നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരീത്. മഹാഭാരതം കഥകളുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവരെയും വളരെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മഹാഭാരതത്തിലെ 5-ാമത്തെ അധ്യായമായിട്ടുള്ള വിതുര പർവം. പർവങ്ങൾ എന്നാണ് അധ്യായങ്ങളെ പറയുന്നത്. വിതുരപർവത്തിലെ ഉപാധ്യായമായിട്ടുള്ള പ്രജാകര പർവം എന്ന് പറയുന്ന ഭാഗത്തെ കഥകളാണ്. അതിലെ തന്നെ വിതുരഹിതവാക്യം എന്ന് പറയുന്ന ഉപദേശങ്ങളടങ്ങിയ ഒരു ഭാഗമാണ് കഴിഞ്ഞ കുറച്ച് വീഡിയോകളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനിയും കുറച്ച് വീഡിയോകളിൽ അത് തുടരുകയും ചെയ്യും. ഈ 5000 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു സംഭവമാണ് മഹാഭാരതം എന്ന് വിശ്വസിക്കപ്പെടുന്നു. അപ്പം 5000 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞ കാര്യങ്ങൾക്ക് ഇപ്പോഴും പ്രസക്തി ഉണ്ടെന്ന് നമ്മൾ ഇതിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പല അവസരങ്ങളിലും മനസ്സിലാകുന്നുണ്ട്. ഇതിന് തൊട്ടു മുമ്പുള്ള വീഡിയോ കേൾക്കാൻ വേണ്ടിയിട്ട് 179-ാമത്തെ വീഡിയോ കേൾക്കുക. ഇത് 180-ാമത്തെ വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ കഥാഭാഗത്തേക്ക് അല്ലെങ്കിൽ ഇന്നത്തെ ഉപദേശ ഭാഗത്തേക്ക് കടക്കുകയാണ്. വിതുരൻ പറഞ്ഞു, ഈ പറഞ്ഞതിന് ഉദാഹരണമായി പണ്ടുള്ളവർ പറഞ്ഞു കേട്ട ഒരു കഥ ഞാൻ പറയാം. ആത്രേയനും സാധ്യന്മാരും തമ്മിൽ നടന്ന സംഭാഷണമാണ് വിഷയം. ഹംസത്തിൻ്റെ രൂപത്തിൽ അറിവുള്ളവനും വ്രതങ്ങൾ നോക്കുന്നവനുമായിട്ടുള്ള ആത്രേയ മഹർഷി നടക്കുമ്പോൾ സാധ്യന്മാർ എന്ന് പറയുന്ന ദേവന്മാർ ചോദിച്ചു, മഹർഷേ, ഞങ്ങൾ സാധ്യർ എന്ന് പറയപ്പെടുന്ന ദേവന്മാരാണ്. ഞങ്ങൾക്ക് അങ്ങയെ മനസ്സിലാക്കുവാൻ ശക്തി പോരാ. തീർച്ചയായി അങ്ങ് ബുദ്ധിമാനാണെന്ന് കരുതുന്നു. അങ്ങ് ഏറ്റവും നല്ല വചനങ്ങൾ പറഞ്ഞാലും. ഹംസം പറഞ്ഞു, ഞാൻ പറയുന്ന എൻ്റെ ഈ കാര്യങ്ങൾ ഉറപ്പുള്ള കാര്യങ്ങളാണ്. നിങ്ങളത് ശ്രദ്ധയോടെ കേട്ടോളൂ. എല്ലാ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ച് ദുഃഖത്തിൽ മനസ്സിളകാതെ ഇഷ്ടമുള്ളതും ഇഷ്ടമില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെ ഒരുപോലെ കണ്ട് സത്യവും ധർമ്മവും പിന്തുടർന്ന് മനസ്സിനെ ആത്മാവിൽ ലയിപ്പിക്കുന്നതാണ് പണ്ഡിതൻ്റെ ലക്ഷണം. ആരെയും ചീത്ത പറയുകയോ അവമാനിക്കുകയോ ചെയ്യരുത്. കൂട്ടുകാരെ ദ്രോഹിക്കുകയോ ചീത്ത ആളുകളെ സേവിക്കുകയോ ചെയ്യരുത്. ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ പകരം പറയരുത്. ക്ഷമിക്കുന്നതാണ് പുണ്യം. ചീത്ത പറഞ്ഞവന് ദുഃഖമുണ്ടാകും. ക്ഷമിച്ചവന് പുണ്യം മുഴുവനും ലഭിക്കുകയും ചെയ്യും. കഠിനമായിട്ടുള്ള പരിഹാസവാക്കുകൾ മനസ്സിനെയും അസ്ഥിയെയും കരളിനെയും ജീവനെയും വരെ ദഹിപ്പിച്ച് കളയും. ധർമ്മം ആഗ്രഹിക്കുന്നവരാരും മനസ്സ് വിഷമിപ്പിക്കുന്ന ക്രൂര വാക്കുകൾ പറയരുത്. രൂക്ഷവും പരുഷവുമായിട്ടുള്ള കൂർത്ത മുള്ളുപോലെയുള്ള വാക്കുകൊണ്ട് മനുഷ്യനെ വേദനിപ്പിക്കുന്നവൻ ഏറ്റവും അമംഗളകാരിയും മുഖത്ത് കാലനെ കൊണ്ട് നടക്കുന്നവനുമാണ്. കൂർത്ത അമ്പുകളും സൂര്യരശ്മികളും പോലുള്ള വാക്കുകൾ കൊണ്ട് മറ്റൊരാൾ ശക്തിയായി മുറിവേൽപ്പിച്ചാൽ മനസ്സ് വെന്തുരുകി ചുട്ടെരിഞ്ഞാൽ പോലും അവൻ തനിക്ക് പുണ്യം ചെയ്തെന്നേ യഥാർത്ഥത്തിലുള്ള ജ്ഞാനി കരുതേണ്ട ആവശ്യമുള്ളൂ. നല്ലവരെയോ ചീത്തവരെയോ ആരെ നിങ്ങൾ ആശ്രയിക്കുന്നുവോ അവൻ്റെ വഴിയിൽ നിങ്ങൾ പെട്ടുപോകും. തപസ് ചെയ്യുന്നവനെയോ കള്ളനെയോ ആരെ കൂടെ കൂട്ടുന്നുവോ ആ ആളുടെ സ്വഭാവം തുണിയിൽ ചായം പിടിക്കുന്നത് പോലെ നിങ്ങളിലും പടരുന്നതാണ്. അതിരുകടന്ന് സംസാരിക്കുകയോ സംസാരിപ്പിക്കുകയോ അടികൊണ്ടാലും തിരിച്ചു തല്ലുകയോ തല്ലിക്കുകയോ നശിപ്പിച്ചവനെ നശിപ്പിക്കാൻ നോക്കുകയോ ചെയ്യാതിരിക്കണം. അങ്ങനെയുള്ളവൻ്റെ വരവ് ദേവന്മാർ കാത്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഒന്നാമത്തെ കാര്യം, വല്ലതും പറയുന്നതിനേക്കാൾ നല്ലത് ഒന്നും മിണ്ടാതിരിക്കുന്നതാണ്. രണ്ടാമത്തത്, പറയുന്നത് സത്യമായിരുന്നാലേ ശ്രേഷ്ഠമായ വാക്കാവുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം, ആ വാക്ക് കേൾക്കാൻ ഇമ്പമുള്ളതായാൽ ഏറ്റവും നന്നായി. നാലാമത്തത്, അത് ധർമ്മത്തിനനുസരിച്ചുള്ളതുകൂടിയായാൽ അധികം നന്നായി. ഏത് തരക്കാരോട് ഒന്നിച്ച് ജീവിക്കുന്നുവോ, ഏത് തരക്കാരെ ആശ്രയിക്കുന്നുവോ, ഏത് തരക്കാരാകണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ മനുഷ്യൻ ആ തരക്കാരനായി മാറുന്നു. ഏതേതിൽ നിന്നൊഴിയുന്നുവോ അതാതിൽ നിന്ന് അവൻ മോചിതനാവും. എല്ലാറ്റിൽ നിന്നും പിന്തിരിഞ്ഞാൽ അവന് ദുഃഖമേ ഉണ്ടാവുകയില്ല. തോൽക്കുകയോ തോൽപ്പിക്കുകയോ എതിർക്കുകയോ തടുക്കുകയോ ചെയ്യാതെ നിന്ദയെയും പുകഴ്ത്തലിനെയും ഒരുപോലെ കരുതുന്നവനാരോ അവൻ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ശാന്തനും അടക്കമുള്ളവനും സത്യം പറയുന്നവനുമായി എല്ലാവരുടെയും നന്മയെ ആഗ്രഹിച്ചും ചീത്തക്കാര്യങ്ങളിൽ നിന്നും മനുഷ്യനെ പിന്തിരിപ്പിച്ചും ജീവിക്കുന്നവനാണ് ഉത്തമനായ മനുഷ്യൻ. ആരെയും വെറുതെ ആശ്വസിപ്പിക്കാതെ വാക്ക് പാലിച്ചവനും എന്നാൽ മറ്റുള്ളവരുടെ കുറ്റം നോക്കി പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ഇടത്തരം മനുഷ്യനാണ്. അടിയേറ്റാലും മുറിവേറ്റാലും പിന്തിരിയാതെയും ആരോടും ഇണങ്ങാതെയും ദേഷ്യത്താൽ ചീത്തയായവനായി മോശം പ്രവർത്തികൾ ചെയ്യുന്നവനായി ലോകത്തിൻ്റെ അധിക്ഷേപങ്ങളിൽ മലിനനായി ദുഷ്ടമനസ്സോടെ ഇരിക്കുന്നവൻ അധമ സ്വഭാവക്കാരനാണ്. അവന് സ്വന്തം ആത്മാവിൽ തന്നെ വിശ്വാസം ഉണ്ടായിരിക്കുകയില്ല. മറ്റുള്ളവർ നന്മ പറഞ്ഞു തന്നാൽ അഹങ്കാരം കാരണം അവൻ കേൾക്കുകയുമില്ല. അവൻ ഇഷ്ടപ്പെടുന്നവരെ അനുസരിക്കാതിരിക്കുകയും ചെയ്യും. ഈ തരക്കാർ അധമനായിട്ടുള്ള മനുഷ്യനാണ്.
ഉത്തമന്മാരായിട്ടുള്ള മനുഷ്യരെ സേവിക്കണം. കാലം നോക്കി ഇടത്തരക്കാരെയും സേവിക്കാം. അധമന്മാരെ ഒരിക്കലും സേവിക്കരുത്. സ്വന്തം ഐശ്വര്യത്തിൽ ആഗ്രഹമുള്ളവർ ചെയ്യേണ്ട കാര്യമാണിത്. മനസ്സ് ദുഷ്ടജനക്കൂട്ടത്തോടെ ചേർന്നാൽ പ്രയത്നം കൊണ്ടോ മിടുക്കുകൊണ്ടോ ശരിയായിട്ടുള്ള പ്രശംസ നേടാൻ കഴിയുകയില്ല. അവന് വലിയ കുടുംബമഹിമയെ പ്രാപിക്കാനും കഴിയുകയില്ല. ചീത്തക്കൂട്ടത്തിൽ മനസ്സ് വെച്ച് കഠിനാധ്വാനത്തോടെ ഉത്സാഹിച്ചാലും അവൻ മാന്യമായിട്ടുള്ള കുടുംബപ്രസിദ്ധിയും സൽകീർത്തിയും മഹത്വവും നേടുകയില്ല. ഇത്രയും കേട്ടുകഴിഞ്ഞപ്പോൾ ധൃതരാഷ്ട്രർ പറഞ്ഞു, അല്ലയോ വിതുര, ധാരാളം അറിവുള്ളവരും ധർമ്മനിഷ്ഠരുമായിട്ടുള്ള ദേവന്മാർ കൂടി മഹാകുലങ്ങളെ ആഗ്രഹിക്കുന്നു. ആ മഹാകുലങ്ങൾ എങ്ങനെയുള്ളതാണെന്ന് എനിക്ക് കേട്ടാൽ കൊള്ളാം. ഇത് കേട്ടപ്പോൾ വിതുരൻ പറഞ്ഞു, തപസ്, ഇന്ദ്രിയങ്ങളെ അടക്കൽ, വേദങ്ങൾ പഠിക്കൽ, ധനം, മൗനം, ശുദ്ധമായ വിവാഹ ജീവിതം, എല്ലായ്പ്പോഴും അന്നദാനം ചെയ്യുക, ഈ 7 ഗുണങ്ങളാൽ നല്ല കുടുംബങ്ങൾ മഹത്തായവയായി നിലനിൽക്കുന്നു. സ്വന്തം ധനവും നല്ല സ്വഭാവവും നഷ്ടപ്പെടുത്താതെ മനസ്സിൻ്റെ സന്തോഷത്തോടെ ധർമ്മം പാലിച്ചും കള്ളം ഒഴിവാക്കിയും നല്ല പേര് നേടാൻ ശ്രമിച്ചും മഹത്തായിട്ടുള്ള കുടുംബങ്ങൾ ജീവിക്കുന്നു. യാഗം ചെയ്യാതിരിക്കുക, നിഷിദ്ധമായിട്ടുള്ള വിവാഹം നടത്തുക, വേദത്തെ തള്ളിക്കളയുക, ധർമ്മത്തെ ലംഘിക്കുക എന്നിവയാൽ നല്ല കുലങ്ങൾ പോലും ദുഷ്ടകുലങ്ങളായി മാറുന്നു. അർഹതയില്ലാത്ത ധനം ശേഖരിക്കുക, ജ്ഞാനികളെ അതിക്രമിക്കുക എന്നീ ദോഷങ്ങൾ ചെയ്താൽ കുടുംബങ്ങൾ ദുഷിച്ചു പോകും. ജ്ഞാനികളോടുള്ള അപമാനത്താലും അപവാദത്താലും സൂക്ഷിക്കുവാൻ ഏൽപ്പിച്ച സ്വത്ത് അപഹരിക്കാലും കുടുംബങ്ങൾ ദുഷിച്ചു പോകും. പശുക്കളും വേലക്കാരും ധനവും ഉണ്ടായാലും സ്വഭാവം പിഴച്ചുപോയാൽ കുടുംബമല്ലാതാവും. നല്ല വഴിയിലൂടെ നടന്നാൽ ധനമില്ലെങ്കിലും കുടുംബം കുറവില്ലാതെ നിലനിൽക്കുകയും സത്കീർത്തിയെ പ്രാപിക്കുകയും ചെയ്യും. അതുകൊണ്ട് കഠിന ശ്രമത്തോടെ കുടുംബത്തെ സംരക്ഷിക്കണം. ധനം കിട്ടുകയും പോവുകയും ചെയ്യും. അത് കുടുംബത്തിന് അടിസ്ഥാനമല്ല. ധനം ക്ഷയിച്ചവൻ തളരുകയില്ല. മോശം സ്വഭാവം കൊണ്ട് നശിച്ചവൻ തീർത്തും നശിച്ചവൻ തന്നെയാണ്. പശുക്കൾ, ആടുകൾ, വലിയ കൃഷി എന്നിവ ധാരാളം ഉണ്ടായതുകൊണ്ട് കുടുംബം വളർന്നതായി കരുതേണ്ടതില്ല. നല്ല സ്വഭാവം തെറ്റി നടക്കാതിരുന്നാൽ മാത്രമേ കുടുംബം വളരുകയുള്ളൂ. നമ്മുടെ കുടുംബത്തിൽ രാജാവാകട്ടെ മന്ത്രിയാകട്ടെ ശത്രുതയുള്ളവരായി, പരസ്പരം തട്ടിയെടുക്കുന്നവരായി, ദ്രോഹികളായി ആരും ഉണ്ടാകരുത്. കപടക്കാരൻ, കള്ളം പറയുന്നവൻ, പിതൃക്കളെയും ദേവന്മാരെയും അതിഥികളെയും ഊട്ടുന്നതിന് മുമ്പേ ഉണ്ണുന്നവൻ, ഇങ്ങനെയുള്ളവരും ഉണ്ടാവരുത്. അറിവുള്ളവരെ ദ്രോഹിക്കുന്നവരോ അവരെ വേദനിപ്പിക്കുന്നവരോ അറിവുള്ളവരെ ദ്രോഹിക്കുന്നവരോ അവരെ വേദനിപ്പിക്കുന്നവരോ ആരെങ്കിലും നമ്മുടെ കുടുംബത്തിലുണ്ടെങ്കിൽ അവർ നമ്മുടെ സഭയിൽ കയറരുത്. പുണ്യകർമ്മം ചെയ്യുന്നവരായിട്ടുള്ള ആളുകൾക്ക് എപ്പോഴെങ്കിലും എന്തിനെങ്കിലും വല്ല കുറവും ഉണ്ടാവാറുണ്ടോ? വളരെ ശ്രദ്ധയോടെ അതിഥികളെ സൽക്കരിക്കുവാനായി പുല്ലും ഭൂമിയും വെള്ളവും നാലാമതായി സത്യമായ വാക്കും നല്ലവരുടെ വീടുകളിൽ ഇല്ലാതെ വരികയില്ല. ദേഷ്യത്താൽ പേടിപ്പിക്കുകയോ സംശയത്തോടെ പെരുമാറുകയോ ചെയ്യുന്നവൻ കൂട്ടുകാരനാവാൻ പറ്റിയവനല്ല. അച്ഛനെപ്പോലെ ആശ്വസിപ്പിക്കുന്നവനാണ് യഥാർത്ഥ കൂട്ടുകാരൻ. മറ്റുള്ളവരൊക്കെ വെറും സുഹൃത്തുക്കൾ മാത്രമാണ്. യാതൊരു ബന്ധവുമില്ലെങ്കിലും മനുഷ്യൻ സ്നേഹത്തോടെയും സൗഹൃദത്തോടെയും പെരുമാറുകയാണെങ്കിൽ അവൻ തന്നെ ബന്ധുവും കൂട്ടുകാരനും തുണയും ആശ്രയവുമായി വരും. മനസ്സ് ഒന്നിൽ ഉറയ്ക്കാതെ ചലിച്ചുകൊണ്ടിരിക്കുകയും മുതിർന്നവരെ ബഹുമാനിക്കാതിരിക്കുകയും ചെയ്യുന്നവന് നല്ല കൂട്ടുകാരെ കിട്ടുകയില്ല. ചഞ്ചലമായ മനസ്സുള്ളവനിലും ഇന്ദ്രിയങ്ങൾക്ക് അടിമയായവനിലും വറ്റിയ കുളത്തിൽ ഹംസങ്ങൾ വരാത്തതുപോലെ നന്മകളും സമ്പത്തും വന്നു ചേരുകയില്ല. ആകാശത്തിലെ മേഘം പോലെ പെട്ടെന്നൊരു കാരണവുമില്ലാതെ സന്തോഷിക്കുകയും പിണങ്ങുകയും ചെയ്യുന്നത് ദുഷ്ടന്മാരുടെ സ്വഭാവമാണ്. കൂട്ടുകാരെ സൽക്കരിക്കാതിരിക്കുകയും നന്ദികേട് കാണിക്കുകയും ചെയ്ത നന്ദിയില്ലാത്തവർ മരിച്ചാൽ അവരെ പച്ചമാംസം തിന്നുന്ന കഴുകന്മാരും കുറുക്കന്മാരും കൂടി തിന്നുകയില്ല. പണമുണ്ടായാലും ഇല്ലെങ്കിലും കൂട്ടുകാരെ എന്നും സൽക്കരിക്കേണ്ടതാണ്. നല്ല അവസരങ്ങൾ പാഴാക്കുന്നവൻ കൂട്ടുകാരെ സന്തോഷിപ്പിക്കുന്നതിൻ്റെ ഭംഗി അറിയുകയില്ല. കൂട്ടുകാരെ പിണക്കിയാൽ എപ്പോഴും ദുഃഖിക്കേണ്ടി വരും. മനോവിഷമം കാരണം ഭംഗി നശിക്കും. മനോവിഷമം കാരണം കരുത്ത് കുറയും. മനോവിഷമം കാരണം അറിവ് നശിക്കും. മനോവിഷമം കാരണം രോഗവും ഉണ്ടാവും. ദുഃഖം വളർന്നാൽ നമുക്കിഷ്ടമുള്ള കാര്യങ്ങൾ നടക്കാതെ വരും. ശത്രുക്കൾക്ക് സന്തോഷിക്കാൻ അത് കാരണമാവുകയും ചെയ്യും. അതുകൊണ്ട് കൂട്ടുകാരെ ദ്രോഹിക്കുന്നത് വഴി ഉണ്ടാകുന്ന ദുഃഖത്തിൽ അങ്ങ് പെട്ടുപോകരുത്. മനുഷ്യൻ വീണ്ടും വീണ്ടും ജനിക്കുകയും മരിക്കുകയും ചെയ്യും. മനുഷ്യൻ വീണ്ടും വീണ്ടും ഉയർച്ച പ്രാപിക്കുകയും തകരുകയും ചെയ്യും. മനുഷ്യൻ വീണ്ടും വീണ്ടും യാചിക്കുകയും ആ യാചന മറ്റുള്ളവർ കേൾക്കുകയും ചെയ്യും. വീണ്ടും വീണ്ടും ദുഃഖിക്കുകയും മറ്റുള്ളവരെ ദുഃഖിപ്പിക്കുകയും ചെയ്യും. ഈ ലോകജീവിതത്തിൽ ഇത്
തുടർന്നുകൊണ്ടേയിരിക്കും. സുഖദുഃഖങ്ങൾ, ലാഭനഷ്ടങ്ങൾ, ജീവിതമരണങ്ങൾ എന്നിവയെല്ലാം മാറി മാറി വന്നുകൊണ്ടേയിരിക്കും. ധീരന്മാരായിട്ടുള്ള ആളുകൾ ഇവയിൽ അമിതമായി സന്തോഷിക്കുകയോ സങ്കടപ്പെടുകയോ ചെയ്യുകയില്ല. എപ്പോഴും ചലിച്ചുകൊണ്ടിരിക്കുന്ന 6 ഇന്ദ്രിയങ്ങൾ മനുഷ്യനുണ്ട്. അവയിൽ ഏതൊന്ന് എവിടെയൊക്കെയോ പ്രവേശിക്കുന്നുവോ അതാത് വഴികളിൽ ഓട്ടക്കുടത്തിൽ വെള്ളമെന്ന പോലെ ബുദ്ധി ഒഴുകിപ്പോകുന്നു. ധൃതരാഷ്ട്രർ പറഞ്ഞു, ഞാൻ ചെയ്ത തെറ്റായ പ്രവൃത്തികൾ ബുദ്ധിയില്ലാത്ത എൻ്റെ മക്കൾക്ക് യുദ്ധത്തിന് നാശം വരുത്തി അവസാനിപ്പിക്കും. ആ കാര്യം ഓർക്കുമ്പോൾ ദുഃഖം എന്നെ വിടുന്നില്ല. എന്നും വിഷമിക്കാൻ വേണ്ട കാരണങ്ങളാണല്ലോ ഞാൻ ചെയ്തതൊക്കെ. എൻ്റെ മനസ്സ് ഇപ്പോഴും പേടിയാൽ ഉലയുകയാണ്. അല്ലയോ വിതുര, ഇനി പേടിയില്ലാത്ത സ്ഥാനവും ദുഃഖമില്ലാത്ത സ്ഥാനവും എന്താണെന്ന് അങ്ങ് പറഞ്ഞു തരൂ. വിതുരർ പറഞ്ഞു, വിദ്യാഭ്യാസവും തപസ്സും കൂടാതെയോ ഇന്ദ്രിയങ്ങളെ അടക്കി നിർത്തുന്നത് കൂടാതെയോ അങ്ങേക്ക് സമാധാനം ലഭിക്കുന്നതല്ല. ബുദ്ധിയാൽ പേടി ഒഴിഞ്ഞു പോകും. തപസ്സുകൊണ്ട് മഹത്വത്തെ അറിയുകയും ചെയ്യും. ഗുരുവിനെ ശുശ്രൂഷിക്കുന്നത് കൊണ്ട് അറിവും യോഗത്താൽ സമാധാനവും ലഭിക്കും. ദാനപുണ്യങ്ങളോ വേദപുണ്യമോ കൂടാതെ തന്നെ ഇഷ്ടവും ഇഷ്ടക്കേടും ഉപേക്ഷിച്ചുകൊണ്ട് മോക്ഷം ആഗ്രഹിക്കുന്നവരായി സഞ്ചരിക്കുന്നവരുണ്ട്. നല്ലപോലെയുള്ള വേദപഠനം, നല്ല കാര്യത്തിന് യുദ്ധം ചെയ്യൽ, പുണ്യമായ നല്ല പ്രവൃത്തി, നല്ല തപസ് ഇവ ചെയ്താൽ അവസാനം സുഖം വന്നു ചേരുന്നതാണ്. നന്നായി വിരിച്ച മൃദുവായിട്ടുള്ള കിടക്കയിൽ കിടന്നാലും വേർതിരിവ് ചിന്തയുണ്ടായാൽ അവന് ഉറക്കം കിട്ടുകയില്ല. അവൻ സ്ത്രീകളിൽ സന്തോഷിക്കുകയോ സ്തുതിക്കുന്നവരുടെ പുകഴ്ത്തുകളിൽ രസിക്കുകയോ ചെയ്യുകയില്ല. ബന്ധുക്കളിൽ വേർതിരിവ് ചിന്തയുള്ളവൻ ധർമ്മം പ്രവർത്തിക്കുകയോ സുഖം നേടുകയോ ബഹുമാനം കിട്ടുകയോ സമാധാനം കൈവരിക്കുകയോ ഇല്ലെന്നുള്ളത് തീർച്ചയാണ്. ഭേദബുദ്ധിയുള്ളവൻ നല്ല വാക്ക് പറഞ്ഞാൽ ആസ്വദിക്കുകയില്ല. സുഖവും നന്മയും അവരിൽ ചേരുന്നതുമല്ല. ഭേദബുദ്ധി ബാധിച്ചവനെ സർവനാശമല്ലാതെ വേറെ വഴിയൊന്നും ഞാൻ കാണുന്നില്ല. പശുക്കളിൽ നിന്ന് സമ്പത്ത് ലഭിക്കും. ജ്ഞാനികളിൽ നിന്ന് തപസ് ലഭിക്കും. സ്ത്രീകൾക്ക് ചഞ്ചല സ്വഭാവം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളിൽ പേടിയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കനം കുറഞ്ഞ നൂലുകൾ കൂട്ടിപ്പിടിച്ചാൽ ബലപ്പെടുന്നു. ആ നൂലുകൊണ്ട് കാര്യമായ പല ജോലികളും ചെയ്യുവാൻ കഴിയുന്നു. അടുപ്പിലെ വിറകുകളുകൾ വേർതിരിച്ചിട്ടാൽ പുകയും, കൂട്ടിച്ചേർത്താൽ കത്തും. ധൃതരാഷ്ട്ര, അതുപോലെയാണ് ബന്ധുക്കളുടെ കാര്യവും. ജ്ഞാനികളോടും സ്ത്രീകളോടും ബന്ധുക്കളോടും പശുക്കളോടും ക്രൂരത കാണിക്കുന്നവൻ ഞെട്ടുപൊട്ടിയ പഴം പോലെ താഴെ വീണുപോകും. ബലമേറിയതും നല്ലപോലെ ഉറച്ചു നിൽക്കുന്നതുമായിട്ടുള്ള വലിയ മരം ഒറ്റയ്ക്കാണ് നിൽക്കുന്നതെങ്കിൽ അതിനെ അതിൻ്റെ ശാഖകളോടുകൂടി തകർത്ത് വീഴ്ത്തുവാൻ കാറ്റിന് കഴിയും. എന്നാൽ ഒന്നിച്ച് കൂട്ടമായി നിൽക്കുന്ന മരങ്ങളെ വീഴ്ത്തുവാൻ അവയുടെ കൂട്ടായ്മ ബലം കാരണം കൊടുങ്കാറ്റിന് പോലും സാധിക്കുകയില്ല. ഇതുപോലെ ഒറ്റയ്ക്ക് നിൽക്കുന്ന മാന്യൻ എത്ര ഗുണം തികഞ്ഞവനായാലും അവനെ വീഴ്ത്താമെന്ന് ശത്രുക്കൾക്ക് തോന്നും. അന്യോന്യം ആശ്രയിച്ച് കൈകോർത്ത് നിന്നാൽ കുളത്തിൽ പൊൻതാമര പോലെ ബന്ധുജനങ്ങൾ വളരും. ജ്ഞാനികളും പശുക്കളും ഭാര്യമാരും കുട്ടികളും സ്ത്രീകളും കൊല്ലാൻ പാടില്ലാത്തവരാണ്. ഭക്ഷണം നൽകുന്നവരെയും അഭയം പ്രാപിച്ചവരെയും കൊല്ലുവാൻ പാടില്ല. ബന്ധുക്കളെ രക്ഷിക്കുന്നതുകൊണ്ട് മനുഷ്യന് രോഗമില്ലാത്ത അവസ്ഥയുണ്ടാവുകയുള്ളൂ. രോഗമില്ലാത്ത അവസ്ഥയേക്കാൾ മനുഷ്യന് അനുഗ്രഹമായിട്ട് മറ്റെന്ത് ഗുണമാണുള്ളത്? രോഗമില്ലാത്ത അവസ്ഥയേക്കാൾ മനുഷ്യന് അനുഗ്രഹമായിട്ട് മറ്റെന്തു ഗുണമാണുള്ളത്? രോഗികൾ മരിച്ചവർക്ക് തുല്യരാണ്. അങ്ങ് രോഗമില്ലാത്തവനായാൽ വിഷമില്ലാത്തവനായാൽ മംഗളം ഭവിക്കട്ടെ. രോഗം ബാധിച്ചവന് യാതൊരു ഫലത്തിലും ആഗ്രഹമുണ്ടാകുന്നില്ല. കാര്യങ്ങൾ നല്ലതും ചീത്തയും തിരിച്ചറിയാൻ കഴിയാതെ വരുന്നു. അവൻ എപ്പോഴും ദുഃഖിതനാണ്. സുഖത്തെയോ ധനാനുഭവങ്ങളെയോ അവൻ അറിയുകയില്ല. രാജാവേ, അങ്ങ് ദുഃഖിതനായി നാൾ കഴിച്ചിട്ട് എന്താണ് കാര്യം? ചൂതിൽ ദ്രൗപദി പണയപ്പെട്ടതായി കണ്ടപ്പോൾ ചൂതിൽ നിന്ന് ദുര്യോധനെ പിന്തിരിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞില്ലേ? ചൂതുകളി പണ്ഡിതന്മാർ ഉപേക്ഷിക്കേണ്ടതാണെന്നും ഞാൻ പറഞ്ഞില്ലേ? ഞാൻ എന്ന് വിഷമത്തോടെ പറഞ്ഞത് അങ്ങ് കേൾക്കുകയുണ്ടായില്ലല്ലോ. മൃദു സ്വഭാവമുള്ളവരോട് എതിർക്കുന്നത് ബലമല്ലെന്നും ഞാൻ പറഞ്ഞില്ലേ? സൂക്ഷ്മമായ ധർമ്മത്തെ മുൻനിർത്തി അന്നു തന്നെ അവകാശിയുടെ ഓഹരി നൽകിയിരുന്നുവെങ്കിൽ അങ്ങിന്ന് ഇപ്രകാരം വിഷമിക്കേണ്ടതായ ആവശ്യമുണ്ടാകുമായിരുന്നു. ക്രൂരനോട് ചേരുന്ന സമ്പത്ത് ഏറ്റവും നാശമുണ്ടാക്കുന്നതാണ്. അത് നല്ല സ്വഭാവമുള്ളവനോട് ചേർന്നാൽ മക്കൾക്കും പേരക്കുട്ടികൾക്കും ദീർഘകാലം നിലനിൽക്കുന്നതാണ്. അങ്ങ് ഇനിയെങ്കിലും നല്ലത് ചെയ്യുക. ധൃതരാഷ്ട്രരുടെ മക്കൾ കുന്തിയുടെ മക്കളെ രക്ഷിക്കട്ടെ. കുന്തിയുടെ മക്കൾ ധൃതരാഷ്ട്രരുടെ മക്കളെയും രക്ഷിക്കട്ടെ. അങ്ങനെ പരസ്പരം രക്ഷയോടെ വാഴുമാറാകണം. പാണ്ഡവരുടെ ശത്രുക്കളും മിത്രങ്ങളും കൗരവരുടെ ശത്രുക്കളും മിത്രങ്ങളും പാണ്ഡവരുടേതും ആകണം. അങ്ങനെ കൗരവരെല്ലാം ഒന്നായി ഒരേ മനസ്സായി ഇണങ്ങി സമത്വത്തോടെ നിൽക്കണം. അങ്ങാണല്ലോ കൗരവരുടെ തലവൻ.
അങ്ങയുടെ കീഴിലാണല്ലോ എല്ലാ കൗരവന്മാരും. കാട്ടിൽ പോയവരായ ആ കുട്ടികളെ, കുന്തിയുടെ മക്കളെ അങ്ങയുടെ കീർത്തിക്ക് രക്ഷ നൽകും വിധം സംരക്ഷിക്കുക. കൗരവരെ പാണ്ഡവരോട് കൂട്ടിയണയ്ക്കുക. ശത്രുക്കൾ അങ്ങയുടെ കുറവ് നോക്കാതിരിക്കട്ടെ. അങ്ങ് കൗരവരെയെല്ലാം അർജുനനോട് ഒന്നിച്ചു ചേർക്കുക. അവരെല്ലാം സത്യത്തെ ലംഘിക്കാതെ നിലകൊള്ളുന്നവരാണ്. രാജേന്ദ്ര, അങ്ങ് ദുര്യോധനെ വേണ്ട പോലെ നിയന്ത്രിച്ച് പരിധിക്കുള്ളിൽ തന്നെ നിർത്തുക. വിതുരർ തുടരുകയാണ്. ഹേ അംബികയുടെ മകനായിട്ടുള്ള ധൃതരാഷ്ട്ര രാജാവേ, ലോകത്തിൽ 17 തരം മൂഢന്മാരുണ്ടെന്ന് മനു പറഞ്ഞിട്ടുണ്ട്. അവർ സ്വയം കൈ ചുരുട്ടി ആകാശത്തെ ഇടിച്ച് പൊടിക്കുമത്രേ. കുലയ്ക്കാൻ വയ്യാത്ത ഏത് വില്ലും കുലയ്ക്കുന്നവരാണത്രേ. കിട്ടാൻ വിഷമമുള്ള സൂര്യരശ്മികളുടെ കട പിഴുതെടുക്കുമത്രേ. അങ്ങനെ അഹങ്കരിക്കുന്ന ആ 17 മൂഢന്മാർ ആരൊക്കെയാണെന്നും എങ്ങനെയുള്ളവരാണെന്നും ഞാൻ പറഞ്ഞുതരാം. ശിക്ഷനല്ലാത്തവനെ അഥവാ നിയന്ത്രിക്കാൻ അർഹതയില്ലാത്തവനെ ശാസിക്കുന്നവൻ, കുറഞ്ഞ ഫലം കൊണ്ട് സന്തോഷിക്കുന്നവൻ, ശത്രുക്കളെ ഭജിക്കുന്നവൻ, സ്ത്രീകളുടെ സംരക്ഷണത്തിലിരുന്ന് സുഖിക്കുന്നവൻ, യാചിക്കുവാൻ പാടില്ലാത്തത് യാചിക്കുന്നവൻ, പൊങ്ങച്ചം പറയുന്നവൻ, നല്ല കുടുംബത്തിൽ ജനിച്ചിട്ടും ചീത്തക്കാര്യം ചെയ്യുന്നവൻ, ബലമില്ലാത്തവനായിരുന്നിട്ടും ബലവാന്മാരോട് ഇപ്പോഴും ശത്രുത കാണിക്കുന്നവൻ, താല്പര്യമില്ലാത്തവനോട് സംസാരിക്കുന്നവൻ, ആഗ്രഹമില്ലാത്ത പാടില്ലാത്തതിനെ ആഗ്രഹിക്കുന്നവൻ, ആഗ്രഹിക്കാൻ പാടില്ലാത്തതിനെ ആഗ്രഹിക്കുന്നവൻ, മകൻ്റെ ഭാര്യയോട് തമാശ പറയുന്ന അമ്മായിയപ്പൻ, മകളുടെ വീട്ടിൽ അഭയം പ്രാപിച്ച് ബഹുമാനം ആഗ്രഹിക്കുന്നവൻ, അന്യൻ്റെ ഭാര്യയിൽ കുട്ടിയെ ഉണ്ടാക്കാൻ നോക്കുന്നവൻ, സ്ത്രീകളെ അപമാനിക്കുന്നവൻ, മുമ്പ് കിട്ടിയത് ഓർമ്മയില്ലെന്ന് പറയുന്നവൻ, യാചിച്ചവന് വല്ലതും കൊടുത്തതിന് ശേഷം അതിനെപ്പറ്റി തന്നെത്താൻ പുകഴ്ത്തു പറയുന്നവൻ, ദുഷ്ടന്മാരെ നല്ലവരുടെ വേഷം കെട്ടിക്കുന്നവൻ എന്നീ 17 പേരും കയറുകളാൽ ബന്ധിക്കപ്പെട്ടവരായി നരകങ്ങളിൽ വീഴും. തന്നോട് മറ്റൊരാൾ എങ്ങനെ പെരുമാറുന്നുണ്ടോ അവനോട് അപ്രകാരം തന്നെ തിരിച്ചും പെരുമാറണം. കപടക്കാരനോട് കപടം കൊണ്ട് തന്നെ ഇടപെടണം. നല്ല സ്വഭാവമുള്ളവനോട് നല്ല സ്വഭാവത്താൽ തന്നെ ഇടപെടണം. വാർദ്ധക്യം ഭംഗിയെ ഇല്ലാതാക്കുന്നു. ആശ ധൈര്യത്തെയും മരണം ജീവനെയും അസൂയ ധർമ്മത്തെയും കാമം നാണത്തെയും ദുഷ്ടന്മാരെ സേവിക്കുന്ന സ്വഭാവത്തെയും കോപം ഐശ്വര്യത്തെയും അഹങ്കാരം എല്ലാറ്റിനെയും അറുത്ത് നശിപ്പിച്ചു കളയുന്നു. ധൃതരാഷ്ട്രർ വീണ്ടും ചോദിച്ചു, വേദങ്ങളിൽ മനുഷ്യൻ 100 വയസ്സ് ജീവിക്കുന്നവനാണെന്ന് പറയുന്നു. എന്നാൽ 100 തികയുന്നതിന് മുമ്പ് മനുഷ്യൻ്റെ ജീവിതം അവസാനിക്കുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അതിനെന്താണ് കാരണം? വിതുരർ പറഞ്ഞു, അല്ലയോ ധൃതരാഷ്ട്ര, അതിനുള്ള കാരണം ഞാൻ പറയാം. അമിതമായ അഹങ്കാരം, അമിതമായി സംസാരിക്കൽ, അത്യാഗ്രഹം, കോപം, വയറ് മാത്രം നിറയ്ക്കുന്ന സ്വഭാവം, മിത്രദ്രോഹം എന്നീ 6 കാര്യങ്ങളും ആയുസിനെ കൂർത്ത അമ്പുകളാൽ എന്ന പോലെ അറുത്തുമുറിക്കുന്നു. മനുഷ്യനെ കൊല്ലുന്നത് മരണമല്ല, മുമ്പ് പറഞ്ഞ ദോഷങ്ങളാണ്. തൻ്റെ കൂട്ടുകാരൻ്റെ ഭാര്യയെ ആഗ്രഹിക്കുന്നവനോ, താഴ്ന്ന നിലയിലുള്ള സ്ത്രീയുടെ ഭർത്താവോ, മദ്യപാനിയായിട്ടുള്ള ജ്ഞാനിയോ, വഴിതെറ്റി കൽപ്പന കൊടുത്ത് അറിവുള്ളവനെ ദാസനാക്കി വെക്കുന്നവനോ, അഭയം പ്രാപിച്ചവനെയോ ജ്ഞാനികളെയോ കൊല്ലുന്നവനോ, ഇങ്ങനെയുള്ളവരോട് ആരെങ്കിലും ചേർന്നാൽ അവൻ ഉടനെ പ്രായശ്ചിത്തം ചെയ്യണമെന്നാണ് വേദങ്ങൾ പറയുന്നത്, വേദങ്ങൾ ഉപദേശിക്കുന്നത്. കുറച്ചു മാത്രം സംസാരിക്കുന്നവനും നീതിമാനും ദാനം ചെയ്യുന്നവനും ദാനം ചെയ്തതിൻ്റെ ബാക്കി കഴിക്കുന്നവനും ഉപദ്രവിക്കാത്തവനും നന്ദിയുള്ളവനും മൃദുസ്വഭാവമുള്ളവനും സത്യം പറയുന്നവനുമായി ചീത്തക്കാര്യങ്ങളൊന്നും ഏർപ്പെടാത്തവനുമായ ജ്ഞാനി സ്വർഗത്തെ പ്രാപിക്കും. എപ്പോഴും ഇഷ്ടം പറയുന്ന അറിവുള്ളവർ ലോകത്തിൽ ധാരാളമുണ്ട്. കേൾക്കാൻ സുഖമില്ലാതെ സത്യം പറയുന്നവർ വളരെ ചുരുക്കമായേ ഉള്ളൂ. യജമാനൻ്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കാതെ ധർമ്മത്തെ മാത്രം ആശ്രയിച്ച് നല്ലത് പറയുന്നവനാണ് രാജാവിൻ്റെ ശരിയായിട്ടുള്ള സഹായി. കുടുംബത്തിന് വേണ്ടി ഒരു മനുഷ്യനെ ഉപേക്ഷിക്കാം. ഗ്രാമത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് ഒരു കുടുംബത്തെ ഉപേക്ഷിക്കാം. നാടിൻ്റെ മുഴുവനായിട്ടുള്ള നന്മയ്ക്ക് വേണ്ടി ഒരു ഗ്രാമത്തെ ഉപേക്ഷിക്കാം. സ്വന്തം ആത്മാവിന് വേണ്ടി ഭൂമിയെയും ഉപേക്ഷിക്കാം. അപകടത്തിൽ നിന്ന് രക്ഷ നേടുവാൻ പണം സൂക്ഷിച്ചു വെക്കണം. പണം കൊണ്ട് ഭാര്യയെ സംരക്ഷിക്കണം. ഭാര്യയെക്കാളും പണത്തെക്കാളും എപ്പോഴും സ്വന്തം ആത്മാവിനെ സംരക്ഷിക്കണം. പണം നേടേണ്ടത് ചൂതുകളി കൊണ്ടല്ല. പണ്ട് കാലങ്ങളിൽ തന്നെ കണ്ടിട്ടുള്ളതാണ് ചൂതുകളി ശത്രുതയ്ക്ക് കാരണമാണെന്ന്. അതുകൊണ്ട് വിനോദത്തിനായിട്ട് കൂടി ചൂതുകളി ബുദ്ധിയുള്ളവർ സ്വീകരിക്കുകയില്ല. ചൂത് കളിക്കുന്ന സമയത്ത് ഞാൻ അങ്ങയോട് പറഞ്ഞതാണ്, ഈ ചൂതുകളി അപകടങ്ങൾ വരുത്തി വയ്ക്കുമെന്ന്. രോഗിക്ക് നല്ല മരുന്ന് പോലെ എൻ്റെ വാക്ക് അന്ന് അങ്ങേക്ക് ഇഷ്ടപ്പെട്ടില്ല. വിചിത്രമായ പീലിപ്പൊട്ടുകളോടുകൂടിയ മയിലുകളെപ്പോലെ ശോഭിക്കുന്ന പാണ്ഡവരെ കൗരവക്കാക്കൾ തോൽപ്പിക്കുകയോ അതിനവർക്ക് കഴിയുകയില്ല. സിംഹങ്ങളെ കൊന്നൊടുക്കിയിട്ട് കുറുക്കന്മാരെ വളർത്താനാണോ അങ്ങയുടെ പുറപ്പാട്? ഈ പ്രവൃത്തിയുടെ അവസാനം അങ്ങ് ദുഃഖിക്കാതിരിക്കുകയില്ല. വിശ്വസ്തനും നന്മ ചെയ്യുന്നവനുമായിട്ടുള്ള വേലക്കാരനിൽ
ഒരിക്കലും ദേഷ്യപ്പെടാത്ത യജമാനെ ആ വേലക്കാരൻ വിശ്വസിക്കുകയും അപകടത്തിൽ ഉപേക്ഷിക്കാതെ കൂടെ നിൽക്കുകയും ചെയ്യും. വേലക്കാരുടെ ജോലി മുടക്കി അന്യമായ രാജ്യത്തെ ധനങ്ങൾ ആഗ്രഹിക്കരുത്. കൂടെ നിന്ന് ചതിച്ച് സുഖാനുഭവങ്ങൾ നശിപ്പിച്ചാൽ ആ രാജാവിനെ സ്നേഹമുള്ളവരായിട്ടുള്ള മന്ത്രിമാർ പോലും ഉപേക്ഷിച്ചെന്ന് വരും. ആദ്യമായി സാധ്യമായിട്ടുള്ള കാര്യങ്ങളും അസാധ്യമായിട്ടുള്ള കാര്യങ്ങളും തിരിച്ചറിഞ്ഞ് ഉറപ്പിച്ച് വേണം ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങുവാൻ. വേലക്കാരുടെ ജീവിതത്തെയും അവരുടെ വരവ് ചെലവുകളെയും നിർണ്ണയിക്കണം. യോജിച്ചവരായിട്ടുള്ള സഹായികളെ നേടണം. എത്ര കഠിനമായിട്ടുള്ള പ്രവൃത്തികൾ പോലും മറ്റുള്ളവരുടെ സഹായം കൊണ്ട് സാധിച്ചെടുക്കാവുന്നതാണ്. യജമാനൻ്റെ ഹൃദയം അറിഞ്ഞുകൊണ്ട് മടികൂടാതെ എല്ലാ കാര്യങ്ങളും തൻ്റെ ശക്തിക്കനുസരിച്ച് ചെയ്യുകയും സ്നേഹത്തോടെ നല്ല വാക്കുകൾ പറയുകയും ചെയ്യുന്ന നല്ല സ്വഭാവമുള്ളവനെ സ്വന്തം ആത്മാവിനെ പോലെ കരുതി അനുഗ്രഹിക്കേണ്ടതാണ്. ഉപദേശിച്ച വാക്കിനെ ബഹുമാനിക്കാതിരിക്കുക, ഏൽപ്പിച്ച ജോലിക്ക് വിപരീതമായി നടക്കുക, താനെല്ലാം അറിയുന്നവനാണെന്ന് അഹങ്കരിക്കുക, എതിരായി വാദിക്കുക, ഇങ്ങനെയുള്ള വേലക്കാരനെ ഒരു നിമിഷം പോലും നിർത്താതെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടണം. അഹങ്കാരമില്ലാത്തവനും കാര്യം നടത്തുവാൻ സമർത്ഥനും വേഗത്തിൽ ചെയ്തു തീർക്കുന്നവനും ദയാശീലനും എല്ലാവർക്കും ഇഷ്ടം തോന്നിക്കുന്ന സ്വഭാവമുള്ളവനും അന്യർക്ക് ഭിന്നിപ്പിക്കാൻ സാധിക്കാത്തവനും രോഗമില്ലാത്തവനും ഔദാര്യങ്ങളുള്ളവനും ഇങ്ങനെ 8 ഗുണവിശേഷങ്ങളുള്ളവനായിരിക്കണം ദൂതൻ. സമയമല്ലാത്ത നേരത്ത് അന്യൻ്റെ വീട്ടിൽ വിശ്വസിച്ച് ചെല്ലരുത്. 4 കൂടിയ പെരുവഴിയിൽ രാത്രികാലത്ത് ഒറ്റയ്ക്ക് നിൽക്കരുത്. രാജാക്കന്മാരും മാന്യന്മാരും ആഗ്രഹിക്കുന്ന സ്ത്രീയെ ആഗ്രഹിക്കരുത്. ദുഷ്ടന്മാരുമായി ചേരരുത്. പലരോടും ആലോചന നടത്തരുത്. തൻ്റെ രഹസ്യം പുറത്തു പറയുകയും ചെയ്യരുത്. നിന്നെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് ആരോടും തുറന്നു പറയരുത്. ആവക സന്ദർഭത്തിൽ കാരണം കാണിച്ച് തന്ത്രപരമായി മറ്റു വലുതും പറഞ്ഞ് മാറിക്കോണം. ദയുള്ളവനായിട്ടുള്ള രാജാവ്, കുലട, രാജസേവകൻ, സഹോദരൻ, മകൻ. ദയുള്ളവനായിട്ടുള്ള രാജാവ്, കുലട, രാജസേവകൻ, സഹോദരൻ, മകൻ, കുട്ടികളുള്ളവളായിട്ടുള്ള വിധവ, പട്ടാളക്കാരൻ, സ്വത്ത് നഷ്ടപ്പെട്ടവൻ, അധികാരം കൈവിട്ടവൻ എന്നിവരുമായി കൂട്ടുകച്ചവടത്തിന് ഒരുങ്ങരുത്. മനുഷ്യനെ ഭംഗിയാക്കുന്ന ഗുണങ്ങൾ 8 ബുദ്ധി, നല്ല കുലം, നല്ല അറിവ്, ഇന്ദ്രിയ നിയന്ത്രണം, വീര്യം, കുറച്ചു മാത്രം സംസാരിക്കൽ, ശക്തിക്കൊത്ത ദാനം, ചെയ്ത നന്മകളോടുള്ള നന്ദി എന്നിവയാണ് ആ ഗുണങ്ങൾ. മുൻപറഞ്ഞ എല്ലാ ഗുണങ്ങളെയും ഒരേ ഒരു ഗുണങ്ങൾ കൂടുതൽ തിളക്കമുള്ളതാക്കും. അവൻ രാജാവിനെ പുകഴ്ത്തപ്പെടുക കൂടി ചെയ്താൽ അവനിലുള്ള എല്ലാ ഗുണങ്ങൾക്കും പ്രകാശം വർദ്ധിക്കും. എന്നും കുളിക്കുന്നവനിൽ 10 ഗുണങ്ങൾ തെളിയും. ബലം, ഭംഗി, ശബ്ദശുദ്ധി, സ്പർശം, സുഗന്ധം, ശുദ്ധത, ഐശ്വര്യം, സൗന്ദര്യം, നല്ല സ്ത്രീകൾ എന്നിവയാണ് ആ 10 ഗുണങ്ങൾ. മിതമായി ഭക്ഷിക്കുന്നവന് 6 ഗുണങ്ങളുണ്ടാകും. ആരോഗ്യം, ആയുസ്, കരുത്ത്, സുഖം, നല്ല മക്കളുണ്ടാകുക, പെരുവയറൻ എന്ന അധിക്ഷേപം ഇല്ലാതിരിക്കുക, ഇവയൊക്കെയാണ് ആ 6 ഗുണങ്ങൾ. വീട്ടിൽ താമസിപ്പിക്കാൻ പറ്റാത്തവർ ആരെന്ന് പറയാം. പണിയെ പേടിക്കുന്നവൻ, ക്രൂരൻ, ദേശവും കാലവും അറിയാത്തവൻ, അമിതമായി ആഹാരം കഴിക്കുന്നവൻ, മറ്റുള്ളവരെ വെറുക്കുന്നവൻ, ചീത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നവൻ എന്നീ 6 പേരാണവർ. ഇനി പറയുന്നവരോട് യാതൊന്നും ആവശ്യപ്പെടരുത്. പിശുക്കൻ, ശകാരിച്ചുകൊണ്ടിരിക്കുന്നവൻ, മഹാദുഷ്ടൻ, കാടൻ, ധൂർത്തൻ, മാന്യന്മാരെ മാനിക്കാത്തവൻ, അറിവില്ലാത്തവനായവൻ, തൻ്റെ ശത്രു, ദുഃഖിതൻ, നന്ദികേട് കാണിക്കുന്നവൻ, ഈ കൂട്ടരോട് ഏത് വിഷമാവസ്ഥയിലും ഒന്നും ആവശ്യപ്പെടരുത്. അധികാരസ്ഥാനത്ത് വെക്കാൻ പറ്റാത്തവർ ആരെന്ന് പറയാം. പണി നിശ്ചയിച്ചാൽ പിറുപിറുത്ത് ചെയ്യുന്നവൻ, പിഴച്ച് നടക്കുന്നവൻ, എപ്പോഴും കുറ്റം പറയുന്നവൻ, കേട്ട് പഠിക്കാത്തവൻ, സ്നേഹമില്ലാത്തവൻ, വലിയ ദുരഭിമാനി, ഈ കൂട്ടരെ ഒന്നിനും അടുപ്പിക്കരുത്. ധനം കൊണ്ട് സഹായവും സഹായം കൊണ്ട് ധനവും ഉണ്ടാകും. അവ പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നു. ഇവ രണ്ടും ചേരാതെ രണ്ടും ലഭിക്കുന്നതല്ല. ഒരു ഗൃഹസ്ഥൻ മക്കളെ ജനിപ്പിച്ച് അവരുടെ കടമകൾ തീർക്കുകയും അവർക്ക് വേണ്ടുന്ന തൊഴിൽ നൽകുകയും പെൺമക്കളെ കെട്ടിച്ചു കൊടുത്ത് സുരക്ഷിതരാക്കുകയും ചെയ്തു കഴിഞ്ഞാൽ അവൻ പിന്നെ വനത്തിൽ പോയി പാർത്ത് മുനിമാരുടെ ജീവിത രീതിയെ സ്വീകരിക്കണം. എല്ലാവർക്കും തനിക്കും നന്മയും സുഖവും ഏറുന്ന വിധം കർമ്മങ്ങൾ ഈശ്വരനിൽ സമർപ്പിച്ച് ചെയ്യണം. അതാണ് എല്ലാ കാര്യങ്ങളും നടക്കുന്നതിന് കാരണമായി ഭവിക്കുക. തൊഴിൽ നാശവും ഇല്ലാത്തവർ ആരൊക്കെയാണെന്ന് പറയാം. പ്രഭാവം, ബുദ്ധി, പ്രകാശം, സത്യം, ഉത്സാഹം, പ്രയത്നം ഇവയെല്ലാം തികഞ്ഞവന് തൊഴിൽ നാശത്തിൽ ഭയമുണ്ടാകുകയില്ല. ഹേ രാജാവേ, അങ്ങ് ചിന്തിക്കുക, ഈ ഗുണങ്ങൾ ആരിലാണുള്ളതെന്ന് ചിന്തിക്കുക. പാണ്ഡവരോട് യുദ്ധത്തിനൊരുങ്ങുന്നത് ദോഷം ചെയ്യും. മക്കളുമായുള്ള വൈരാഗ്യം എന്നും ഭയവും
കീർത്തിനാശവും വരുത്തിവെക്കും. ശത്രുക്കൾക്ക് ചിരിക്കുന്നതിന് വഴിയുമൊരുക്കും. ഭീഷ്മരുടെയും അങ്ങയുടെയും ദ്രോണരുടെയും യുധിഷ്ഠിരൻ്റെയും കോപം ആകാശത്ത് ഉദിച്ച് വിളങ്ങി നിൽക്കുന്ന വാൽനക്ഷത്രങ്ങൾ പോലെയാണ്. ഈ 4 വാൽനക്ഷത്രങ്ങളും കൂടി ഈ ലോകം മുഴുവനും നശിപ്പിച്ചു വിടും. അങ്ങയുടെ 100 മക്കളും കർണനും പാണ്ഡവരും ചേർന്ന് കടൽ ചൂഴുന്ന ഈ ഭൂമിയെ ഒന്നിച്ച് സംരക്ഷിച്ച് ഭരിച്ചുകൊള്ളട്ടെ. വിവരമില്ലാത്ത കൂട്ടർ അന്യൻ്റെ നല്ല ഗുണങ്ങളെപ്പറ്റി ചിന്തിക്കുകയില്ല. പാപികളുടെ മനസ്സ് ഇരുളറിഞ്ഞവയാണ്. അതുകൊണ്ടാണ് അവൻ അന്യൻ്റെ കുറവുകൾ മാത്രം കാണുന്നത്. വലുതായ സമ്പത്ത് ആഗ്രഹിക്കുന്നവർ ആദ്യമായി ധർമ്മം അനുസരിക്കണം. ധർമ്മം കൂടാതെയുള്ള സമ്പത്ത് അനുഭവിക്കാൻ കഴിയില്ല. സ്വർഗം കൂടാതെ അമൃത് എങ്ങനെ പാനം ചെയ്യുവാനൊക്കും? ധർമ്മം കൂടാതെ സമ്പത്ത് എങ്ങനെ അനുഭവിക്കാനൊക്കും? പാപത്തിൽ നിന്ന് പിൻവാങ്ങി മനസ്സ് പുണ്യത്തിൽ നിർത്തിയവൻ പ്രകൃതിയെയും വികൃതിയെയും നല്ലപോലെ ഗ്രഹിച്ച് പണ്ഡിതനാവും. ധർമ്മത്തെയും അർത്ഥത്തെയും കാമത്തെയും യഥാകാലം സേവിക്കുന്നവനെ ധർമാർത്ഥ കാമയോഗത്തെ ഇഹത്തിലും പരത്തിലും നേടാൻ സാധിക്കും. ഉയർന്നു വരുന്ന കോപത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ശക്തി അടക്കി നിർത്തുവാൻ കഴിവുള്ളവൻ അപകടങ്ങളിൽപ്പെട്ട് ഉഴലുകയില്ലെന്ന് മാത്രമല്ല, ഐശ്വര്യത്തിന് അർഹനായി തീരുകയും ചെയ്യും. മനുഷ്യർക്ക് 5 വിധം ബലങ്ങളുള്ളതിൽ ശാരീരിക ബലം ഏറ്റവും താഴ്ന്നതാണെന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്രിമാരുടെ സഹായമാണ് 2ാമത്തെ ബലം. 3ാമത്തെ ബലം ധനലാഭമാണെന്ന് പണ്ഡിതന്മാർ പറയുന്നു. പിതാവും മുത്തച്ഛനും വഴിയായി ലഭിക്കുന്ന കുലമഹിമയാണ് 4ാമത്തേത്. ഈ എല്ലാ ബലങ്ങളെയും താങ്ങി നിർത്തുന്നതായി ഒരു ബലമുണ്ട്, അതാണ് ബുദ്ധിബലം. അതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമായ ബലം, ശരിയായ 1ാമത്തെ ബലം ബുദ്ധിബലമാണ്. ഭയങ്കരവും ഉഗ്രവുമായി ദ്രോഹം ചെയ്യുവാൻ കരുത്തുള്ളവനായ ഒരുവനോട് ശത്രുതയുണ്ടാക്കി വെച്ചതിന് ശേഷം ഞാൻ ദൂരത്താണെന്ന് വിചാരിച്ച് ആശ്വാസം കൊള്ളരുത്. അത് വിഡ്ഢിത്തമാണ്. പെണ്ണിലും രാജാവിലും പാമ്പിലും ശത്രുവിലും സുഖത്തിലും ആയുസ്സിലും ബുദ്ധിമാൻ പൂർണ്ണമായി വിശ്വസിക്കുകയില്ല. ബുദ്ധി കൊണ്ടുള്ള അമ്പ് തറച്ച ജീവിക്ക് പിന്നെ ചികിത്സകനില്ല, മരുന്നുമില്ല. ഹോമവും മന്ത്രവും മംഗളകർമ്മങ്ങളും സിദ്ധരസങ്ങളും വേദമന്ത്രങ്ങളും ഒന്നും അവനിൽ ഫലിക്കാൻ പോകുന്നില്ല. പാമ്പ്, അഗ്നി, സിംഹം, നല്ല കുലത്തിൽ ജനിച്ചവൻ, ഇവർ അല്ലയോ ഭരതശ്രേഷ്ഠ, മനുഷ്യന് നിസാരമല്ല. ഇവർ പ്രതാപശാലികളാണ്. മഹാ തേജസ്സായിട്ടുള്ള അഗ്നി മരത്തിൽ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. അന്യനൊന്ന് ഉരച്ച് തീ പിടിപ്പിക്കുകയേ വേണ്ടൂ. അതില്ലെങ്കിൽ ഏത് വിറകും കത്തുകയില്ല. മരം കടഞ്ഞാൽ തീയുണ്ടാകും. ആ തീയിനാൽ മരവും കാടുമൊക്കെ കത്തി ചാമ്പലാവുകയും ചെയ്യും. അപ്രകാരം നല്ല കുലത്തിൽ ജനിച്ചവർ അഗ്നി പോലെ പ്രതാപമുള്ളവരാണ്. വിറകിൽ തീ എന്ന പോലെ യാതൊരു രൂപവും പുറത്തു കാണിക്കാതെ അവർ അടങ്ങിയിരിക്കും. രാജാവേ, മക്കളോടുകൂടി അങ്ങ് വള്ളിയാണ്. പാണ്ഡവന്മാർ മരങ്ങളാണ്. മരത്തിൽ ചുറ്റാതെയുണ്ടോ വള്ളിക്കൂട്ടത്തിന് പടരാൻ കഴിയുന്നു? അംബികയുടെ മകനെ, നിന്റെ മക്കൾ കാടുകളാണ്. ആ കാട്ടിലെ സിംഹങ്ങളാണ് പാണ്ഡവരെന്ന് ചിന്തിക്കൂ. സിംഹങ്ങളില്ലെങ്കിൽ കാട് നശിക്കും. കാടില്ലെങ്കിൽ സിംഹങ്ങൾക്കും നാശമാണ്. വിതുര ഹിതവാക്യം ഇനിയും തുടരും. ഇതുവരെ ക്ഷമയോടുകൂടിയിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ സജ്ജനങ്ങൾക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള വലിയൊരു നന്ദി അറിയിക്കുകയാണ്. ഇനിയും ഏതാനും വീഡിയോകൾ കൂടി ഈ വിതുര ഹിതവാക്യം തന്നെ ഉണ്ടാവും. വിതുരഗീത എന്നറിയപ്പെടുന്ന ഈ ഭാഗം വളരെ പ്രശസ്തമാണ്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഭാഗത്തു നിന്നുള്ള നന്ദി അറിയിക്കുന്നു. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നമസ്കാരം.